മുരാരി ബാബു അറസ്റ്റിൽ എന്ന വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവും അറസ്റ്റിൽ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു. കസ്റ്റഡിയിലായിരുന്ന മുരാരി ബാബുവിനെ ഇപ്പോൾ ഇതാ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. SIT റോഷി പാലുണ്ട്. റോഷി, അങ്ങനെ മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെതിരെ തെളിവുകളുണ്ടെന്ന് SITക്ക് ബോധ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുരാരി ബാബു അറസ്റ്റിൽ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? റോഷി പാൽ, വളരെ നിർണായകമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുള്ളത്. മുരാരി ബാബുവിനെതിരെ നിർണായകമായ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. മൊഴികളിലുള്ള വൈരുദ്ധ്യം SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പല ചോദ്യങ്ങൾക്കും മുരാരി ബാബുവിന് തൃപ്തികരമായ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ മുരാരി ബാബു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുരാരി ബാബുവിനെതിരെ എന്താണ് കൂടുതൽ വിവരങ്ങൾ? റോഷി. അരുൺകുമാർ, മുരാരി ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ രാത്രി 10 മണിക്ക് കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി ഏറെ വൈകാതെ വൈദ്യപരിശോധനയും തുറന്ന റാന്നിയിലെ കോടതിയിലേക്ക് ഹാജരാക്കുകയും ചെയ്യും. കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 ആഴ്ച കസ്റ്റഡിയിൽ ലഭിച്ചു. ആ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം വരുത്തി അടക്കം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യേണ്ട ഏറ്റവും നിർണായക നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നീക്കങ്ങൾ ഇനി ദേവസ്വം ബോർഡിലെ അംഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് ഈ കസ്റ്റഡി നീങ്ങുമോ, അവരെ ചോദ്യം ചെയ്യാൻ എപ്പോൾ വിളിപ്പിക്കും എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുത്തുക എന്നത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തെളിവ് ശേഖരിക്കുന്നു, അതിനുശേഷം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഏറ്റവും നിർണായക നീക്കം ഇപ്പോൾ ഇഞ്ചക്കയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെയാണ് മുരാരി ബാബു ഉള്ളതെന്ന് കരുതുന്നു. കാരണം മുരാരി ബാബുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താണെന്നറിയണം. ഇനി മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിലെ ഈ പ്രതിപ്പട്ടികയുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ തൊണ്ടി മുതലായ സ്വർണം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനമായ കാര്യമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. 2 കിലോഗ്രാം സ്വർണമാണ് ശബരിമലയിൽ നിന്നും മോഷണം പോയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. അതുകൊണ്ട് ഈ ഗൂഢാലോചനയിൽ, ഈ സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനയിൽ മുരാരി ബാബുവിന്റെ പങ്ക് എന്താണ് ഏറ്റവും പ്രധാനം. കാരണം ഈ സ്വർണ്ണത്തകിടുകൾ അത് ചെമ്പ് തകിടാക്കി മാറ്റി വ്യാജ മഹസർ സൃഷ്ടിച്ചതിലെ പ്രധാനിയാണ് മുരാരി ബാബു.